കൊടും വേനലിൽ കത്തിയമർന്ന് മാടായിപ്പാറയിലെ ജൈവവൈവിധ്യങ്ങൾ. ഉച്ചയോടെയുണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് പുൽമേടുകളാണ് കത്തി നശിച്ചത്. മാടായിപ്പാറയിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തം ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. മിനിറ്റുകൾക്കകമാണ് ഏക്കർ കണക്കിന് പുൽമേടുകൾ അഗ്നിക്കിരയായത്. ഒപ്പം അപൂർവങ്ങളായ സസ്യജന്തു വൈവിധ്യങ്ങളും എരിഞ്ഞൊടുങ്ങി. പാറയിലെ ചൂടും കാറ്റും തീ അതിവേഗത്തിൽ പടരുവാൻ കാരണമായി. വേനൽ കടുക്കുന്നതോടെ മാടായിപ്പാറയിൽ തീപിടുത്തവും പതിവാണ്. ദേശാടനത്തിനെത്തുന്ന ചെറുപക്ഷികളുടെ ആവാസ വ്യവസ്ഥ പോലും നിമിഷങ്ങൾ കൊണ്ട് അഗ്നിക്കിരയാവുന്നു. അപൂർവങ്ങളായ സസ്യങ്ങളും വേരോടെ നശിക്കുന്ന അവസ്ഥ. ഫയർ ബ്രേക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെ കൊണ്ടുവന്നാൽ തീപിടുത്തത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാവും. എന്നാൽ അധികൃതർ ഇതിനൊന്നും ഇനിയും തയ്യാറായിട്ടില്ല. മാടായി കോളേജിന് സമീപത്താണ് ചൊവ്വാഴ്ച ഉച്ചയോടെ തീ പടർന്നത്. വിദ്യാർത്ഥികളും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തി. ഇടയ്ക്കിടയ്ക്ക് തീ പിടിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ മാടായി പാറ എന്ന് വെച്ചാൽ വളരെ ജൈവ വൈവിധ്യമായ ഒരു കേന്ദ്രമാണ്. അതുപോലെ സാംസ്കാരികമായ കേന്ദ്രമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ അശ്രദ്ധയും ചില ആൾക്കാർ ഇപ്പം ഈ സിഗരറ്റ് കുറ്റിയൊക്കെ ഇട്ട് പോകുന്നതും അതൊക്കെ ഇതിന്റെ കാരണമാവുന്നതാണ്. തീയണയ്ക്കാൻ പയ്യന്നൂരിൽ നിന്നാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തേണ്ടത്. പലപ്പോഴും ഇത്രയും ദൂരെ നിന്നും യൂണിറ്റ് എത്തുമ്പോഴേക്കും പുൽമേടുകൾ പകുതിയും അഗ്നി വിഴുങ്ങിയിട്ടുണ്ടാവും. മാടായിപ്പാറയുടെ സമീപത്ത് അഗ്നിശമന സേനയ്ക്ക് കേന്ദ്രമൊരുക്കണമെന്നത് ജനങ്ങൾ ഏറെ കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്രമൊരുക്കാൻ ആവശ്യത്തിന് സ്ഥലം ലഭ്യമാവാത്തതാണ് തടസ്സമാകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ താൽക്കാലിക പരിഹാരമെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ മാടായിലെ ചൈനാക്കളെ കമ്പനിയോട് ചേർന്ന് ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എല്ലാ വർഷവും മാടായിപ്പാറയിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ ഏക്കർ കണക്കിന് പുൽമേടുകളാണ് കത്തിനശിക്കാറുള്ളത്. ഒപ്പം ജന്തുവൈവിധ്യങ്ങൾക്കും നാശം സംഭവിക്കാറുണ്ട്. എന്നിട്ടും അധികൃതർ ഇതിനൊരു പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല. ഒപ്പം ഇതിന് സമീപത്ത് തന്നെ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യവും ജനങ്ങൾ വർഷങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണം. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരി മഹാരാജൻ, കണ്ണൂർ വിഷൻ.